ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇത് AFPT എന്ന് ഇന്ത്യൻ ആർമി അഗ്നിവീറിൽ സെലക്ഷൻ ആയിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ നിതീഷ് ചേട്ടൻ, ഇത് ആൽബി ചേട്ടൻ. രണ്ടുപേരും എവിടത്തെ സ്റ്റുഡന്റ് ആണ്? AFPT സ്റ്റുഡന്റ്. രണ്ടുപേരും എത്ര വർഷം ട്രെയിനിങ് ചെയ്തെന്ന് അറിയാമോ? ഇവിടെ എത്ര വർഷം ട്രെയിൻ ചെയ്തു ആൽബി? 1.5-2 വർഷം ട്രെയിനിങ് ചെയ്തു. ട്രെയിനിങ് ചെയ്തതിനു ശേഷമാണ് ആർമിയിലെ സെലക്ഷൻ ആയിരിക്കുന്നത്. നിതീഷ് എത്ര വർഷം ട്രെയിനിങ് ചെയ്തു? 1.5 വർഷം. 1.5 വർഷം ട്രെയിനിങ് കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഉണ്ടായത്? AFPT നല്ല താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ സ്വപ്നത്തിൽ ഞാൻ വിചാരിച്ച ജോലി എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാൻ ഇപ്പോൾ ഇന്ത്യൻ ആർമിയിൽ അടുത്ത മാസം ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പം സാറിനും AFPT എല്ലാവർക്കും നമസ്കാരം. നമസ്തേ മാഡം. AFPT നെയ്യാറ്റിൻകരയിൽ നിന്നും സെലക്ഷനായ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതോടൊപ്പം ഇവർക്ക് ഒരു സ്നേഹോപകാരം AFPTയുടെ വക, അത് സാറ് അവർക്ക് സമ്മാനിക്കണം. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഇന്ത്യൻ ആർമിയിൽ ജോലി. അപ്പോൾ എനിക്ക് കൊച്ചിലെ തൊട്ട് ഈ ഇന്ത്യൻ ആർമി ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് ഞാൻ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ പത്രത്തിലൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ AFPTയെ കുറിച്ച്. അപ്പോൾ ഇതേപോലെ ഞാൻ എൻ്റെ പപ്പയെടുത്ത് പറയുകയും ഇതേപോലെ ആർമിയിലൊക്കെ പോകാൻ ട്രെയിനിങ് കൊടുക്കുന്ന സെന്റർ ആണെന്ന് പറഞ്ഞ് അപ്പോൾ അന്വേഷിക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇവിടെ നേരിട്ട് AFPT ഒന്ന് ജോയിൻ ചെയ്യണത്. അപ്പോൾ അവർ ഇങ്ങനെ ഡേറ്റ് തന്നു ചേരാൻ വേണ്ടി. +1 തുടങ്ങിയ സമയത്താണ് ഞാൻ അവിടെ ഒന്ന് ചേർന്നത്. അപ്പോൾ ഈ പഠിത്തം കാരണം ശനി ഞായറൊക്കെ മാത്രമേ എനിക്ക് വരാൻ പറ്റിയിട്ടുള്ളൂ. സ്കൂളിൽ പോകണമായിരുന്നു. പിന്നെ ലീവ് കിട്ടുമ്പോൾ ഞാൻ വരുമായിരുന്നു. ഇവിടെ 7 മണിക്ക് PT സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ സാറാണ് PT എടുക്കുന്നത്. നമുക്ക് ഒരു 15 മിനിറ്റ് വാമപ്പുണ്ട്. കറക്റ്റ് 7 മണിക്ക് ഇവിടെ എല്ലാവരും എൻട്രി ആവും, ഒന്ന് ഫോളോ ആവും. നമുക്കൊരു 15 മിനിറ്റ് വാമപ്പുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ജമ്പിങ് എക്സസൈസ്, പിന്നെയാണ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യണത്. റണ്ണിങ് ഒരു കണ്ടിന്യൂസ് സ്പീഡ് വർക്കൗട്ട്, അങ്ങനെ വർക്കൗട്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സിറ്റപ്പ്, പുഷപ്പ്, പിന്നെ ലാസ്റ്റ് സ്നപ്പ്. എന്നിട്ട് നമ്മൾ കുളി ഉണ്ടാവുന്ന ചെയ്ത് നമ്മൾ PT അവസാനിക്കും. 2 മണിക്കൂറാണ് PT. കറക്റ്റ് 9 മണിക്ക് നമ്മൾ PT അവസാനിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് 9 മണിക്ക് ഇവിടെ PT കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ അക്കാഡമിക് ക്ലാസ് ഉണ്ട്. നമ്മൾ 9 മണി കഴിഞ്ഞ് പിന്നെ നേരെ ക്ലാസ്സിലാണ് നമ്മൾ പോണത്. ഇവിടെ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ നേരെ നേരിട്ട് ഓഫീസിൽ പോകും. അവിടെയാണ് നമ്മൾ ക്ലാസ്. അപ്പം ഈ ക്ലാസ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 1 മണിക്കാണ് തീരണത്. പിന്നെ നമുക്ക് ക്ലാസ് തീരണ മുമ്പ് ഒരു അരമണിക്കൂർ നമുക്ക് ടെസ്റ്റ് പേപ്പർ അന്നന്ന് പഠിപ്പിക്കണം. അന്ന് ടെസ്റ്റ് പേപ്പർ എടുത്ത് സാർമാര് കൊടുക്കും. അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ സിലബസ് അനുസരിച്ച് നമ്മളെ ഏതാണ് നമ്മൾ അടുത്ത് എക്സാം എഴുതാൻ പോകണം, അതിന്റെ സിലബസ് അനുസരിച്ചാണ് നമ്മൾ അവിടെ സാറിന് ക്ലാസ് എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എക്സാമും പിന്നെ വീട്ടിലൊക്കെ വിളിച്ചിങ്ങനെ പറയായിരുന്നു എത്ര മാർക്ക്, ഇങ്ങനെ അറ്റൻഡൻസ് എല്ലാം ഒരു ഗ്രൂപ്പിലൊക്കെ ഇടുകയൊക്കെ ചെയ്യും. അപ്പം നല്ല ഒരു ഇതായിരുന്നു ക്ലാസ്. അപ്പം നമ്മൾ ക്ലാസ് കറക്റ്റ് 1 മണിക്ക് തീരുകയും ചെയ്യും. ആ സമയത്താണ് പിന്നെ നമുക്ക് റാലി നോട്ടിഫിക്കേഷൻ വന്ന്. അപ്പം പിന്നെ റാലി ഡേറ്റും വളരെ അടുത്തായിരുന്നു ആ സമയം. അപ്പോൾ നമുക്ക് 1600 മീറ്ററാണ് നമ്മളെ ഫിസിക്കലിന്. 1600 മീറ്ററും 10 ജിന്നപ്പും ഇതൊക്കെയാണ്. അപ്പം 1600 മീറ്ററിന് കറക്റ്റാണ് നമ്മൾ 5:45. പക്ഷെ അത്രയും ഓടിയൊരു കാര്യമില്ല, നമ്മൾ 5:30 തന്നെ കയറണം, എങ്കിലും എക്സലന്റ് അടിക്കാൻ പറ്റും. അപ്പം സാർ നമുക്ക് ആ രീതിയിലുള്ള വർക്കൗട്ടാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. നമ്മളെല്ലാം 5:10, 5:15 നമ്മൾ ഫിനിഷ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ ഇതിന്റെ ഇത്രയും നമ്മൾ വർക്ക് ഹാർഡ് ചെയ്തത് നമുക്ക് അവിടെ പോയപ്പോഴാണ് മനസ്സിലായി. റാലിക്ക് നമുക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റി. നമ്മൾ എക്സലന്റ് തന്നെ ഓടിക്കറിയുന്നത്. AFPT ആണ് എന്നെ ഇതിനെ സഹായിച്ചത്. അപ്പം എൻ്റെ വലിയ സ്വപ്നം അവിടെ ഇങ്ങനെ നേടാൻ പറ്റി. അപ്പോൾ ഈ എൻ്റെ സ്വപ്ന ജോലി നേടാൻ സഹായിച്ച AFPTയിലെ സാറന്മാർക്കും ടീച്ചർമാർക്കും എല്ലാവർക്കും വളരെ നന്ദി.
എങ്ങനെയാണ് മോനെ AFPT കുറിച്ച് അറിഞ്ഞത്? AFPT കുറിച്ച് അറിഞ്ഞത് പത്രത്തിൽ കണ്ട്. അങ്ങനെ വീട്ടിൽ പപ്പ എടുത്ത് പറഞ്ഞു. പപ്പ അപ്പോഴും പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അപ്പൊ AFPT കൊടുത്തിരുന്നപ്പോൾ പത്രത്തിൽ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞോന്ന്. അപ്പോൾ ഇന്ന് ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടിരുന്നു. അങ്ങനെ അന്ന് എല്ലാം കൊണ്ടുവന്ന് അന്ന് വന്നപ്പോൾ 2 ദിവസത്തിനകത്ത് വന്ന് കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞു, ഇവിടെ അഡ്മിഷന്റെ കാര്യം. അപ്പോൾ 2 ദിവസം വിളിച്ച് ചോദിച്ചപ്പോഴവർ പറഞ്ഞു ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ വന്ന് അഡ്മിഷൻ എടുത്തു. അന്ന് തന്നെ വന്ന് അഡ്മിഷൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞ് അവര് ഇവിടെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വന്നോളാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് ഫിസിക്കൽ ട്രെയിനിങ് വന്നു. ഞാൻ രാവിലെ ഇവിടെ വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങും. 6 മണിക്ക് ഇറങ്ങി ഇവിടെ 7 മണിക്ക് ഒരു 5 മിനിറ്റ് മുമ്പേ എത്തും. ഇവിടെ എത്തി 7 മണിക്ക് PT ആരംഭിക്കും. ഫസ്റ്റ് വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് 5 റൗണ്ട് ജോഗിങ് പോലെ ഓടിക്കും. കഴിഞ്ഞ് വീണ്ടും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ച് കിട്ടും. ഓടിക്കഴിഞ്ഞ ശേഷം പുഷപ്പും ചിന്നപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ PT അവസാനിപ്പിച്ച് വീട്ടിലോട്ട് വിടും. ഞാൻ വീട്ടിൽ നിന്ന് 6 മണിക്ക് ഇറങ്ങും. 6 മണിക്ക് ഇറങ്ങി ഇവിടെ 7 മണിക്ക് 5 മിനിറ്റ് മുന്നേ എത്തി 7 മണിക്ക് PT തുടങ്ങും. PT തുടങ്ങി ആദ്യം വാമപ്പ് എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ച് ഒരു 5 റൗണ്ട് ജോഗിങ് ഓടാൻ വിടും. ജോഗിങ് ഓടിക്കഴിഞ്ഞ് വീണ്ടും ബാക്കി എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഓട്ടിച്ചിട്ട് ബാക്കി പുഷപ്പ് ചിന്നപ്പ് ആർമിയിലോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ എക്സസൈസും ബാക്കി ഇതൊക്കെ ചെയ്യിപ്പിച്ച് PT 9 മണിയൊക്കെ ആകുമ്പോൾ അവസാനിക്കും. ഇവിടെ നിന്ന് 9 മണിക്ക് കഴിഞ്ഞ ഉടനെ നമ്മൾ ഓഫീസിൽ പോയി ഇത് ഫ്രഷായി അവിടെ ക്ലാസ്സിന് കയറും. 10 മണി തൊട്ട് 1 മണി വരെ ക്ലാസ്. ഓരോ ദിവസം ഓരോ സാർമാരാണ്, ഓരോ വിഷയമാണ് എടുക്കുന്നത്. അവിടെ അന്ന് തന്നെ പഠിപ്പിച്ച് ഓരോ ടോപ്പിക് വെച്ച് പഠിപ്പിച്ച് അന്ന് തന്നെ പഠിപ്പിച്ചത് അത്രയും ഇതാക്കി ടെസ്റ്റ് പേപ്പറായിട്ട് നടത്തി അതിന്റെ മാർക്കെല്ലാം കാണിച്ചിട്ട് അന്ന് ഓഫീസിൽ നിന്ന് വിടുകയുള്ളൂ. ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവരും. അപ്പോഴത്തേന് ഉച്ചവരെ ഇരിക്കണുണ്ട്. ആദ്യം എക്സാം ആയിരുന്നു അല്ലേ? ആദ്യം എക്സാം ആയിരുന്നു. അപ്പം ഈ AFPT ക്ലാസ് കൊണ്ട് മോൻ എക്സാം വളരെ എളുപ്പമായിട്ട് തോന്നിയോ? എക്സാം എളുപ്പമായിട്ട് തോന്നി. അല്ലേ, ഞാൻ അങ്ങനെ വലുതായിട്ട് പഠിക്കുന്നതല്ല, എന്നാലും ഇവിടെ പഠിച്ചത് വെച്ചൊരു എളുപ്പം ഉണ്ടായിരുന്നു. വേറെ ഇതിന് വേണ്ടി ക്ലാസ് ഒന്നും പോയിട്ടില്ല. ഇവിടെ AFPT മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ ഞാൻ ഓടയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് പിന്നെ ഓട്ടോ ഒക്കെ പിന്നെ വന്നത്. സ്കൂളിലൊന്നും ഞാൻ അങ്ങനെ ഒരു മത്സരത്തിന് അങ്ങനെ ഒന്നും ഇറങ്ങിയിട്ടില്ല. ഈ ആർമിയിൽ പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ചെറുതില്ല. അങ്ങനെയാണ് ഇവിടെ AFPT കണ്ട് വന്നത്. അപ്പം ഇവിടെ വന്ന ശേഷമാണ് ഓട്ടത്തിനൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത്. അങ്ങനെ ഓടി കിട്ടി. ഇതേപോലെ ഒരുപാട് കുട്ടികള് ആർമി, നേവി, എയർഫോഴ്സ് ഇതിലേക്കൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികൾ, അവരോട് എന്താണ് മോന് പറയുന്നത്? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് പോവാൻ താല്പര്യം ഉണ്ടായിട്ടും ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടെങ്കിലും ഫിസിക്കലി അൺഫിറ്റ് ആണെങ്കിലും ഇതിനെപ്പറ്റി പഠിക്കാനുള്ള സിലബസ് ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ഉറപ്പായിട്ടും AFPT ഒന്ന് ജോയിൻ ചെയ്യണം. ഇത് ഇവിടെ അവർ അതിനു വേണ്ടി മാത്രമാണ് ക്ലാസ് എടുക്കുന്നത്. ഫിസിക്കലും എക്സാമിനുള്ള ക്ലാസ്സും എല്ലാം അതിനു വേണ്ടി മാത്രമാണ് എടുക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അവരെ മാത്രം ഇത് പറഞ്ഞിട്ട് കാര്യം, നമ്മളും കൂടെ പ്രയത്നിച്ച് ഇതിലോട്ട് വരണം. നമുക്ക് ഇഷ്ടപ്പെട്ട് വന്ന് AFPT ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വിജയിക്കും. AFPT ട്രെയിനിങ്ങും അവിടെ അതിന് വേണ്ടിയുള്ള എക്സാമിന് വേണ്ടിയുള്ള ആർമിക്ക് വേണ്ടിയുള്ള എക്സാമിന്റെ ക്ലാസ്സും അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിനുവേണ്ടി എന്നെ സഹായിച്ച ഇവിടെ പഠിപ്പിക്കുന്ന സാറുമാർക്കും ടീച്ചർമാർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ AFPT അക്കാഡമിക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഹായ്, ഞാനിപ്പോൾ ഇന്ത്യൻ ആർമി സെലക്ഷനായി നിൽക്കുകയാണ്. അപ്പം ഞാൻ AFPT വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലി കിട്ടിയത്. നിങ്ങൾക്ക് ഞാനൊരു മോട്ടിവേഷൻ തരാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കും ആർമിയിൽ കയറുന്ന താല്പര്യമൊക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും. അപ്പം നിങ്ങളിപ്പോൾ പുതിയ സ്റ്റുഡൻ്റാണ് ഇവിടുത്തെ. അപ്പം നല്ലോണം വർക്കൗട്ട് ചെയ്യുക. നിങ്ങളും ജോലി നിങ്ങളെ തേടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നെ അത് നേടിയെടുക്കുകയും ചെയ്യണം. അപ്പം താങ്ക് യു.